രേണുക ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് മാൽപ്പ ഇവിടെ എത്തിയത്. പിന്നീട് അത് എപ്പോഴാണ് മാറിയെന്നറിയില്ല. ഇപ്പോൾ രേണുക, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഗംഗാവലി പുഴയുടെ ആ തീരത്താണ്. ഒരുപാട് നാടകീയമായ സങ്കടകരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ആ ഗംഗാവലി പുഴയാണ് ഇപ്പോൾ ആ രീതിയിൽ വളരെ ശാന്തമായി ഒഴുകുന്നത്. ഒരു പക്ഷേ ആ സമയത്തൊക്കെ ഈ ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ നേവി പോലും മനുഷ്യ സാധ്യമല്ല എന്ന് പറഞ്ഞ് എടുത്ത് 7 നോട്ട്സ് വേഗത അടിയൊഴുക്കുള്ള സമയത്ത് പോലും തന്റെ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ഈ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ ഇറങ്ങിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അയാൾ കണ്ണാടിക്കാലിലെ അർജുന്റെ വീട്ടിൽ അമ്മയെ കാണാനെത്തിയിരുന്നു. ആ അമ്മയ്ക്കും അദ്ദേഹം ഒരു വാക്ക് നൽകിയിരുന്നു. ആ അർജുന്റെ ഏതെങ്കിലും അവസാനമായി കാണാനുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ അന്ത്യകർമ്മം ചെയ്യാൻ പോയെങ്കിലും ഏതെങ്കിലും തരത്തിൽ താൻ അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന അദ്ദേഹത്തിന്റെ ആ വൈകാരിക വാക്ക് ഇന്ന് രാവിലെ വരെ നമ്മൾ അദ്ദേഹവുമായി മാൽപ്പയുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. താൻ ഈ തെരച്ചിലിന് ഇവിടെ 10 ദിവസം ഉണ്ടാകുമെന്ന് MLA പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യം ഈ മാൽപ്പ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അനുമതി ഉണ്ടായി? ഇപ്പോൾ നേവി എന്തുകൊണ്ട് ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നില്ല? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇവിടെ നിന്നും ഉയരുന്നുണ്ട് രേണുക. പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ 3ാം ഘട്ട തെരച്ചിലിൽ സോണാർ പരിശോധന നടത്തിയതിനു ശേഷം ഈ പുഴയുടെ അടിയൊഴുക്ക് പരിശോധനയ്ക്ക് ശേഷം 1 നോട്ട് മാത്രമാണ് വേഗത എന്ന് മനസ്സിലാക്കി. പിന്നീട് നേവിയുടെ സംഘം ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈശ്വർ മൽപ്പയ്ക്ക് ഇത്തരത്തിൽ സഹായവുമായി നേവി ആയിരുന്നു ഉണ്ടായിരുന്നത്. MLA ആണെങ്കിൽ സതീഷ് MLA ആണെങ്കിൽ നേവിയുടെ കാര്യത്തിൽ ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ നേവിയുടെ ഇവിടെ ആവശ്യം എന്താണ്, അതല്ലാതെ തന്നെ നമ്മൾ തിരച്ചിൽ നടത്താൻ പറ്റില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്താണ് ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ഒരു അനിശ്ചിതത്വം വന്നിരിക്കുന്നത് ഈ മാൽപ്പയുടെ കാര്യത്തിലാണ്. ഈ ലോറി കണ്ടെത്തുന്ന സമയത്ത് അത് പുറത്തേക്കെടുക്കാൻ മാൽപ്പയുടെ വളരെ ആവശ്യം ഉണ്ട്. മാൽപ്പയുടെ ആവശ്യമുണ്ട്. അത് ജിതിൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മാൽപ്പ എത്തിയപ്പോൾ ഈ ഡ്രഡ്ജറിന് സമീപമാണ് മാൽപ്പ തെരച്ചിലിനായി ആദ്യം ഇറങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെ ഡ്രഡ്ജർ നിർത്തിവെച്ചുകൊണ്ട് തൽക്കാലം തെരച്ചിൽ നടത്തേണ്ട എന്നൊരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയത്. അത് ഒരുപക്ഷെ കുടുംബവും ആവശ്യപ്പെട്ടത് ആ രീതിയിൽ തന്നെയാണ്. ഡ്രഡ്ജറിന്റെ പ്രവർത്തനം ഒരു കാരണവശാലും നിർത്തരുത്. കാരണം ഇത്രയും വലിയൊരു തുക കൊണ്ട് കൊണ്ടുവന്ന ഒരു യന്ത്രമാണ്. അതുകൊണ്ട് തന്നെ മാൽപ്പ സമീപത്ത് ഇന്നലെ ഉണ്ടായിരുന്നത് തെരച്ചിൽ നടത്തി അതേ സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ്. ആ സമയത്താണ് ഇന്നൊരു സ്കൂട്ടർ ലഭിച്ചത്. ആ വാർത്ത നമ്മളാണ് ആദ്യം ന്യൂസ് 18 വഴിയാണ് പുറത്തുവിട്ടത്. ആ സ്കൂട്ടർ ലഭിച്ചതോടുകൂടി അധികൃതർ വലിയ തോതിൽ പരിഭ്രാന്തരായി. കാരണം കൂടുതൽ വാഹനങ്ങൾ ലഭിക്കും ഇതിന്റെ അടിത്തട്ടിൽ നിന്ന് സൂചന നമ്മൾ ഇന്നലെ തന്നെ നൽകിയത്. അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഇതിന്റെ അകത്ത് ഒരു ഉഗ്രസ്ഫോടനം നടന്നതായുള്ള ഒരു സൂചനയും മാൽപ്പ ഇന്ന് ന്യൂസ് 18 വഴി പുറത്തുവിട്ടിരുന്നു. ഒരുപക്ഷെ ഇനി അത്തരം വിവരങ്ങൾ പുറത്തു പോകരുതെന്ന കാരണത്തിലാണോ എന്നറിയില്ല മാൽപ്പയെ ഇവിടെ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. ഏതായാലും വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് അല്പസമയം ഇവിടെ സാക്ഷ്യം വെച്ചത്. അദ്ദേഹം ഇപ്പോൾ ഈ ഭാഗം, അതായത് മാൽപ്പ ഉടുപ്പി ഭാഗത്തേക്കുള്ള റോഡാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇത് ഗംഗാവലി പുഴ, ഈ അപകടം നടന്ന ഗംഗാവലി പുഴയിൽ നിന്നും ഒരു 3 കിലോമീറ്റർ മാറിയാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇവിടെ നിൽക്കാൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് അദ്ദേഹവുമായി സംസാരിക്കാൻ പറ്റിയത്. അദ്ദേഹം തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് ഇവിടെ നിന്നും ആ മാധ്യമപ്രവർത്തകരൊന്നും തന്നെ കാണാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു, അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചു. വലിയ തോതിൽ സർക്കാരിനെതിരെ മുൻകരുതൽ ഒന്നും സ്വീകരിക്കാതെ ഡൈവ് ചെയ്യുന്നു. അത് ഈശ്വർ മാൽപ്പയുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കും. ഈ പറയുന്നത് പോലെ